ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ നോമ്പുകാലത്ത് അല്പസമയം വചനം സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് നോമ്പ്? കർത്താവിൻ്റെ ഉയിർപ്പിന് മുന്നോടിയായി 50 ദിവസത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാലയളവിനെ നാം നോമ്പുകാലം അഥവാ 50 നോമ്പ് എന്ന് വിളിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവയെ ഓർത്ത് ധ്യാനിക്കുവാനും നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കുവാനുമുള്ള സമയമാണ് ഈ നോമ്പുകാലം. ചില സഭകളിൽ ഇത് 40 ദിവസത്തെ നോമ്പെന്നും പറയാറുണ്ട്. ഞായറാഴ്ചകൾ കർത്താവിൻ്റെ ഉത്ഥിത നാളായതിനാൽ നോമ്പ് ഉപവാസം എടുക്കാറില്ല. നോമ്പുകാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയോടും മാംസാഹാര വർജനത്തോടും ആഡംബരങ്ങൾ ഒഴിവാക്കൽ എന്നിവ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ കാലയളവിൽ വിശ്വാസികൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുഴുകി യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്നു. സഹിക്കുവാൻ വേണ്ടി ചിലർ സഹനങ്ങൾ ഏറ്റെടുക്കും. പക്ഷെ അത് യേശുവിനോട് ചേർന്ന് നിന്നാണോ? കുരിശ് വഴിയിൽ ഉപേക്ഷിക്കുന്ന ഭീരുക്കളെയല്ല കുരിശിൻ്റെ നാഥന് വേണ്ടത്. ക്ഷമയോടെ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അതിനോട് പ്രത്യുത്തരിക്കുന്ന തലമുറയാണ് കർത്താവ് അന്വേഷിക്കുന്നത്. കർത്താവിനെ പരീക്ഷിക്കുവാൻ സാത്താൻ പല പ്രാവശ്യം ഒരുമ്പെട്ടു. പക്ഷേ അതിലെല്ലാം സാത്താൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ നോമ്പുകാലത്ത് നാം കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോൾ പരീക്ഷകൾ നമുക്ക് ധാരാളം ഉണ്ടാകും. അതിലൊന്നിലും വീഴാതെ ദൈവമായ കർത്താവിനെ നാം മുറുക്കി പിടിക്കുക. നോമ്പുകാലം ആത്മപരിശോധനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാനസാന്തരത്തിൻ്റെയും നാളുകളാണ്. യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസത്തെ സ്മരിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നേഹം, ക്ഷമ, ദാനം എന്നിവയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാനും ആത്മീയ നവീകരണം നേടാനും ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. ശുഭ്കോനോ അഥവാ അനുരഞ്ജനത്തിൽ കൂടി ആണ് നാം നോമ്പ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരോട് നാം എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമ ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഈ നോമ്പുകാലം സാത്താൻ്റെ പരീക്ഷകളിൽ വീണു പോകാതെ വളരെ പരിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആചരിക്കാം. 1 തെസ്സലോനിക്കർ 5:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷത്തോടിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.